ഹലോ, ഇന്ന് ഞാൻ ഇഫ്താറിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളത് നല്ലൊരു പോളയാണ്, മക്രോണി പോള. അപ്പോൾ ഈ ഒരു പോള എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇത് എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പോള റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അര ഗ്ലാസ് മക്രോണി എടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതിലോട്ട് പാകത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ടാണ് വേവിക്കുന്നത്. വേവിച്ചതിന് ശേഷം ഒരു അരിപ്പയിലോട്ട് ഇട്ട് ഊറ്റി വെക്കാം. ഇനി വേറൊരു പാത്രത്തിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, അതേപോലെ പച്ചമുളകും. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പച്ചമുളകും പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും അതേപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചെറുതായി അരിഞ്ഞാട്ട് ചേർത്തത്. അതിൻ്റെ ജസ്റ്റ് ഒന്നൊരു പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ വാടണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഇനി ഇതിലോട്ട് തന്നെ നമുക്കിതിലോട്ട് ഒരു ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തൊന്നും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അതും കൂടെ ഇട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അതിലോട്ട് ചേർക്കാൻ പോകുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ചിക്കൻ. അപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താണിത്. അപ്പോൾ അതും കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങളതിൽ മല്ലിയില ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മക്രോണി ഇതിലോട്ട് ഈ ഒരു സമയം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മസാലയുടെ കൂട്ട് മക്രോണിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു മിക്സി ജാർ എടുത്ത് അതിലോട്ട് 4 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിലോട്ട് 1/4 കപ്പ് പാലും 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാൻ ഇതിലോട്ട് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് വേണമെങ്കിൽ നിങ്ങൾ ഇട്ടാൽ മതി. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടൊന്ന് ഇതിലോട്ടൊരു വേറൊരു പാത്രത്തിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുക. അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ മസാല ഇതിലോട്ടിട്ട് ഈ ഒരു മുട്ട മിക്സിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതേപോലെ നിങ്ങൾക്ക് മല്ലിയില ഉണ്ടെങ്കിൽ മറന്നു പോകണ്ട, മല്ലിയില എന്തായാലും ചേർക്കും. അപ്പോൾ അതിൻ്റെ ഫ്ലേവറും കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതിലോട്ട് മുഴുവനായിട്ട് തന്നെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ മക്രോണിയുടെ മിക്സ്. ഇനി ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് അതിലോട്ട് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കാം. പാനിൻ്റെ എല്ലാ ഭാഗത്തും ആ ഓയിൽ സ്പ്രെഡ് ആക്കിയതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മക്രോണിയുടെ ആ കൂട്ടില്ല അത് ഇതിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ എടുത്തിട്ട് ഈ ഒരു മക്രോണി പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും നല്ലൊരു ലെവലിൽ എത്തുന്നവരെ ഇങ്ങനെ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, കാരണം കൂടുതൽ ലൂസായിട്ടൊന്നല്ല ഉള്ളത്. മക്രോണിക്ക് കണക്കായിട്ടുള്ള മുട്ട തന്നെയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഒരു 20 മിനിറ്റിന് ശേഷം ഞാനിപ്പോൾ എടുത്തതാണിത്. എന്നിട്ട് ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കുക. എന്നിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ചെറുതായിട്ട് സ്പൂൺ കൊണ്ട് ഇതേപോലെ ഒന്ന് ഇളക്കിയെടുത്ത് വേണമെങ്കിൽ വേറൊരു പാത്രത്തിലോട്ടിട്ട് ഇതേപോലെ അതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുക്കുക. ഓൾറെഡി വെന്തിട്ടുണ്ടാവും, എന്നാലും ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ മക്രോണി പോള നല്ല ഈസി ആയിട്ട് തന്നെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇഫ്താറിന് ഉണ്ടാക്കിയപ്പോൾ ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.